Hi, good morning. ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്സിഡേഷൻ അതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസിങ് ഏജൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ യൂസിങ് മാംഗനീസ് റിയേജൻ്റ് ആണ്. മാംഗനീസിൻ്റെ ഓക്സിഡൈസിങ് ഏജൻസ്. അതിൽ ഫസ്റ്റ് വൺ Mn4 റിയേജൻ്റ് ആണ്. Mn4 പറയുമ്പോൾ MnO2. MnO2 ആണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിയേജൻറ്റ്. മാംഗനീസ് ഡയോക്സൈഡ്. ആക്ടിവിറ്റി ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് ചോയ്സ് ഓഫ് സോൾവെന്റ്. അപ്പോൾ MnO2 എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് വൈഡ്ലി ആസ് ഓക്സിഡൻറ്റ് ഇൻ ഓർഗാനിക് സിന്തസിസ്. ഇറ്റ് ഓക്സിഡൈസസ് അലൈലിക് ആൽക്കഹോൾസ് ടു കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. അപ്പോൾ അലൈലിക് ആൽക്കഹോൾസ് എന്ന് പറയുമ്പം ഡബിൾ ബോണ്ടുള്ള അലൈലിക് ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ് കീറ്റോൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, MnO2 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. കാരണം ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കിയ മാറ്റുന്നത്, അവിടുന്ന് ഫർദർ ഓക്സിഡേഷൻ നടത്തി കാർബോക്സിലിക് ആസിഡ് ഒന്നും ആക്കണില്ല. പോരാത്തതിന് അലൈലിക് ആൽക്കഹോൾ എന്നൊക്കെ പറയുമ്പം സെൻസിറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഡബിൾ ബോണ്ടിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ ആൽക്കഹോളിനെ ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറ്റുന്നുണ്ട്. ആൾസോ the configuration of double bond is preserved in reaction. Also acetylenic alcohols and benzylic alcohols are oxidized under similar condition. അസെറ്റിലിനിക് ആൽക്കഹോൾസിനെയും ബെൻസിലിക് ആൽക്കഹോൾസിനെയും എല്ലാം ഇതേപോലെ തന്നെ MnO2 ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് MnO2 ആർ ന്യൂമറസ്. ദിസ് ഇൻക്ലൂഡ് റിയാക്ഷൻസ് ഓഫ് അമീൻ ഓക്സിഡേഷൻ, അരോമറ്റൈസേഷൻ, ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ആൻഡ് തയോൾ ഓക്സിഡേഷൻ. ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ കുറച്ച് ഒരു 2-3 എക്സാമ്പിൾസ് എന്താണ് MnO2 ചെയ്യുക, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് മാത്രം. ഇപ്പം എക്സാമ്പിൾ തന്നിട്ടുണ്ട് കണ്ടോ. ഒരു ഫസ്റ്റ് കോമ്പൗണ്ട് വിറ്റാമിൻ എ ആണ്, റെറ്റിനോൾ. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ കോമ്പൗണ്ടാണത്. അതിൽ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് CH2OH ആണുള്ളത്. അപ്പോൾ ഈ ഇത്രയും ഡബിൾ ബോൺസ് 1 2 3 4 5 ഡബിൾ ബോൺസും ഒരു റിങ്ങും ഉണ്ട്, എന്നിട്ടൊരു ആൽക്കഹോളാണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിനെ റിങ്ങിനെ ഒന്നും അഫക്റ്റ് ചെയ്യാണ്ട് MnO2 എന്തായിട്ട് മാറ്റും, അതിൻ്റെ കറസ്പോണ്ടിങ് CHO ആൽഡിഹൈഡ് ആയിട്ട് മാറ്റും. ഓക്സിഡേഷൻ ഓഫ് ബെൻസിലിക് ആൻഡ് അലൈലിക് ആൽക്കഹോൾ വിത്ത് MnO2 ഇൻ മൈൽഡ് കണ്ടീഷൻ. മൈൽഡ് കണ്ടീഷനിലാണ് നടക്കുന്നത്. ബാക്കി കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കണ്ടോ. ഒരു അലൈൽ ആൽക്കഹോള് സെക്കൻഡ് കോമ്പൗണ്ട്, ആ ആൽക്കഹോള് ആൽഡിഹൈഡായി മാറി. പിന്നെ അടുത്തത് ഒരു ബെൻസൈൽ ആൽക്കഹോളാണ്. ബെൻസൈൽ ആൽക്കഹോള് ബെൻസാൽഡിഹൈഡ് ആയി. ഡീഹൈഡ്രേഷൻ ഈസ് ഓൾസോ അക്കംപ്ലിഷ്ഡ് ഇൻ ഗുഡ് yield. ഡീഹൈഡ്രേഷൻ നടക്കുന്നതുണ്ടെന്ന് പറഞ്ഞാൽ ആരോമറ്റൈസേഷൻ എക്സാമ്പിൾ ആണ്. ഡീഹൈഡ്രജിനേഷൻ നടന്നിട്ട് ആരോമറ്റൈസേഷൻ പോസിബിൾ ആയതാണ് അവിടെ. അടുത്തത് മാംഗനീസിൻ്റെ 7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള റിയേജൻസ് ആണ് Mn7 റിയേജൻസ്. അപ്പോൾ Mn4 എന്ന് പറഞ്ഞാൽ നമ്മൾ മാംഗനീസ് ഡയോക്സൈഡ് ആണ് പറഞ്ഞത്. Mn7 ആവുമ്പം KMnO4 ആണ് ഓക്സിഡൻറ്റ്. മാംഗനീസ് ക്യാൻ ഫങ്ഷൻ ആസ് ഓക്സിഡൻറ്റ് വെൻ ഇറ്റ് ഈസ് ഇൻ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. KMnO4 ഈസ് വൺ സച്ച് ഓക്സിഡൻറ്റ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. KMnO4ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെരി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അരോമാറ്റിക് റിങ്ങിൻ്റെ പുറത്തുള്ള ആൽക്കൈൽ സൈഡ് ചെയിനിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും. അതാണ് KMnO4ൻ്റെ ഒരു റിയാക്ഷൻ. This method is more generally applied to methyl group. However, longer chains can also be cleaved. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണെങ്കിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യൽ. പക്ഷേ ലോങ് സൈഡ് ചെയിൻ ആണെങ്കിലും അതിനെയും ക്ലീവ് ചെയ്ത് അവിടെ ഒരു കാർബോക്സിലിക് ആസിഡിനെ കൊണ്ടുവരുന്ന റിയാക്ഷനാണ് KMnO4 നടത്തുന്നത്. Tertiary alkyl groups are not oxidized and are usually accompanied by ring cleavage. അപ്പം ബെൻസീൻ റിങ്ങിൻ്റെ പുറത്ത് ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ റിങ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. റിങ് ക്ലീവേജ് ആണ് നടക്കുക. ആൽക്കൈൽ ഗ്രൂപ്പിനെ ബ്രേക്ക് ചെയ്യില്ല, ഓക്സിഡൈസ് ചെയ്യില്ല.
KMnO4 is also used to oxidize primary alcohol to aldehyde and to corresponding carboxylic acid. Primary alcohol ne aldehyde ആക്കും, further oxidize ചെയ്ത് carboxylic acid ആക്കും. KMnO4 എന്ന് പറയുന്നത് strong oxidizing agent ആണ്. അതുകൊണ്ട് aldehyde oxidation നിൽക്കില്ല. അതിന്റെ അപ്പുറത്തേക്കും oxidation നടക്കുന്ന അർത്ഥം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആൽക്കീനിന്റെ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ യൂസിങ് KMnO4 ആണ്. അപ്പം നമുക്ക് നമ്മളെ ലാബിൽ ഓർഗാനിക് പ്രാക്ടിക്കലിൽ നമ്മൾ ചെയ്യലുണ്ട്. എന്ത് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എന്നറിയാൻ നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ് ബേയേഴ്സ് ടെസ്റ്റ്. എന്താണ് അവിടെ എന്താ നമ്മൾ ചെയ്യല്? ആൽക്കീൻ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ഡൈല്യൂട്ട് KMnO4 സൊല്യൂഷൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി ഗിവ്സ് എന്താണ് 1,2 ഡയോൾ ആണ് ഫോം ചെയ്യുന്നത്. പക്ഷേ ആ KMnO4ന്റെ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ, ആ KMnO4ന്റെ പിങ്ക് കളർ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഡീകളറൈസേഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ ആ KMnO4 റിയാക്ട് ചെയ്യും. ആൽക്കീൻ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അവിടെ റിയാക്ട് ചെയ്തിട്ട് KMnO4ന്റെ പിങ്ക് കളർ ഡീകളറൈസ് ചെയ്ത് പോകും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്തത്. റിയാക്ഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ മോളിക്യൂൾ. സിൻസ് ദ റിയാക്ഷൻ ഡീകളറൈസസ് ദ പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഇറ്റ് സംടൈം റെഫേർഡ് ടു ആസ് ബേയേഴ്സ് റിയേജന്റ്. ടെസ്റ്റിനെ നമ്മൾ ബേയേഴ്സ് ടെസ്റ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി dilute solution of KMnO4 convert alkene into 1,2 diol. കണ്ടോ റിയാക്ഷൻ 1,2 diol. അത് 1,2 diol എന്ന് മാത്രമല്ല cis 1,2 diol ആണ്. Dihydroxylation of alkene using alkaline KMnO4 is a stereoselective syn addition of 2 hydroxyl groups across a double bond. ഒരു ഡബിൾ ബോണ്ടിലേക്ക് സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ട് സിൻ അഡീഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ ഭാഗത്ത് തന്നെയാണ് രണ്ട് OH ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് സിസ് ഡയോൾ ആണ് ഫോം ചെയ്യുന്നത്. ദ റിയാക്ഷൻ ഈസ് ബിലീവ്ഡ് ടു പ്രൊസീഡ് ത്രൂ എ സൈക്ലിക് പെർമാഗ്നേറ്റ് എസ്റ്റർ ഇന്റർമീഡിയറ്റ്. ഈ റിയാക്ഷന്റെ മെക്കാനിസം ആണ് പറയുന്നത്. ഈ 1,2 ഡയോൾ സിസ് 1,2 ഡയോൾ ഫോം ചെയ്യുന്ന മെക്കാനിസം. The diol obtained as cis diol. The hydroxylation of alkene with KMnO4 involve a cyclic intermediate, a manganate ester. കണ്ടോ KMnO4 ആൽക്കീനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഒരു മാംഗനേറ്റ് എസ്റ്റർ ഫോം ചെയ്യും. ഈ എസ്റ്ററിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് നമുക്ക് 1,2 ഡയോൾ ഫോം ചെയ്യുന്നത്. ശരിക്ക് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഐസൊലേഷൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് KMnO4ലുള്ള ആൽക്കീൻ ഈസ് ട്രീറ്റഡ് വിത്ത് KMnO4 അതിലുള്ള ഓക്സിജൻ 18 ലേബൽഡ് ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയ 1,2 ഡയോളിൽ മെജോറിറ്റി OH ഗ്രൂപ്പുകളും O18 ആയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ 1,2 ഡയോളിലുള്ള OHകൾ വരുന്നത് KMnO4ലത്തെ ഓക്സിജൻ ആണ് എന്നർത്ഥം. അപ്പോൾ KMnO4ലെ ഓക്സിജൻ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത് സൈക്ലിക് പെർമാഗ്നേറ്റ് എസ്റ്റർ ഫോം ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം പ്രപ്പോസ് ചെയ്തത്. അപ്പം ആൽക്കീനിനെ KMnO4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ 1,2 ഡയോൾ ആണ് ഉണ്ടാവുക. അണ്ടർ അസിഡിക് കണ്ടീഷൻ ദ ആൽക്കീൻ ഡബിൾ ബോണ്ട് ഈസ് ക്ലീവ്ഡ് ഇൻ ടു എ കാർബോക്സിലിക് ആസിഡ്. അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ ആൽക്കീനിന്റെ ഡബിൾ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. അതിന് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. KMnO4 പോലെയുള്ള വേറൊരു റിയേജന്റ് ആണ് NaMnO4, സോഡിയം പെർമാഗ്നേറ്റ്. സിമിലർ ഓക്സിഡന്റ് ആണ് KMnO4 പോലെ. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ NaMnO4 പ്രൈമറി ആൽക്കഹോളിനെ ആസിഡായിട്ടും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ടും മാറ്റും. പക്ഷേ ഡസ് നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ടിൽ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും നടക്കൂല KMnO4 പറഞ്ഞ പോലെ. അതാണ് വ്യത്യാസമുള്ളത്. ആൽക്കീനിന്റെ സിസ് 1,2 ഡൈഹൈഡ്രോക്സിലേഷൻ നടത്തുന്ന മെത്തേഡ് നമ്മൾ ഒരെണ്ണം പറഞ്ഞു KMnO4 വെച്ചിട്ട്. അതുപോലെ ആൽക്കീനിനെ സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ നടത്താനുള്ള മറ്റൊരു റിയേജന്റ് ആണ് ഓസ്മിയം 8.
ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് റിയേജന്റ്. ഓസ്മിയം ടെട്രോക്സൈഡ് റിയാക്ഷൻ തന്നിട്ടുണ്ട് നോക്കിയേ. പ്രൈമറിലി യൂസ്ഡ് ഇൻ സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ ഓഫ് ആൽക്കീൻ. ആൽക്കീന് ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് ഹൈഡ്രോളൈസ് ചെയ്താൽ സിസ് 1,2 ഡയോൾ ആണ് ഫോം ചെയ്യുക. 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മെക്കാനിസം, ഈ റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പി ഇലക്ട്രോൺ ഓഫ് ഒലിഫിൻ ആക്ട്സ് ആസ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഫോം ഫേവറബിൾ 5-membered റിംഗ് ആസ് സൈക്ലിക് ഓസ്മേറ്റ് എസ്റ്റർ. ആൽക്കീനിലുള്ള പി ഇലക്ട്രോണും എന്തായിട്ട് ആൽക്കീനിനെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അത് ഓസ്മിയം ടെട്രോക്സൈഡ് ആയിട്ട് ഒരു സൈക്ലിക് ഓസ്മേറ്റ് എസ്റ്റർ ഫോം ചെയ്യും. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഒറിജിൻ ഓഫ് സിസ് സ്റ്റീരിയോ സെലക്ടിവിറ്റി. അവിടെ ഒരു റിംഗ് ഫോം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് ഹൈഡ്രോളിസിസ് നടന്നിട്ടാണ്. അപ്പോൾ ആ റിംഗ് ഫോർമേഷൻ ഉള്ളതാണ് ഇവിടെ സിസ് സ്റ്റീരിയോ സെലക്ടിവിറ്റിയുടെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഓസ്മേറ്റ് എസ്റ്റർ അപ്പോൺ ഹൈഡ്രോളിസിസ് ലിബറേറ്റ് സിസ് ഡയോൾ ആൻഡ് റെഡ്യൂസ്ഡ് ഓസ്മിയം സ്പീഷീസ്. ഓസ്മിയം 8 സ്പീഷീസ് ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത റിയേജന്റ്. അത് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഓസ്മിയം 6 റിയേജന്റ് ആയിട്ട് മാറും. ഇനി ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസിനെ വെറൈറ്റി ഓഫ് റിയേജന്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡീകമ്പോസ് ദ ഓസ്മേറ്റ് എസ്റ്റർ ഇൻക്ലൂഡിംഗ് സോഡിയം സൾഫൈറ്റ്, bisulfite in aqueous ethanol, bisulfate ion in pyridine, mannitol in alkaline solution, etc. ഈ ഓസ്മേറ്റ് എസ്റ്ററിന്റെ ഡീകമ്പോസിഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. പിന്നെ ഈ മെത്തേഡിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓസ്മിയം ടെട്രോക്സൈഡ് ഈസ് ടോക്സിക് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ കറ്റാലിറ്റിക് എമൗണ്ട് ഇൻ റിയാക്ഷൻ. ഇറ്റ് ക്യാൻ ബി റീഓക്സിഡൈസ്ഡ് യൂസിങ് കോ ഓക്സിഡൻസ് സച്ച് ആസ് NMO, K3, FeCN6, etc. അപ്പോൾ ഓസ്മിയം ടെട്രോക്സൈഡ് എക്സ്പെൻസീവ് ആണ്, ഹൈലി ടോക്സിക് ആണ്. അതാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റിയാക്ഷൻ കഴിയുമ്പം ഓസ്മിയം 8 റിയേജന്റ് ഓസ്മിയം 6 ആയിട്ട് മാറും എന്ന് പറഞ്ഞല്ലോ. അതിനെ ഇറ്റ് ക്യാൻ ബി റീഓക്സിഡൈസ്ഡ് യൂസിങ് കോ ഓക്സിഡന്റ്. അതിനെ നമുക്ക് റീഓക്സിഡൈസ് ചെയ്ത് ഓസ്മിയം 8 ഓസ്മിയം ടെട്രോക്സൈഡ് ആയിട്ട് തന്നെ തിരിച്ചു കിട്ടാനുള്ള വഴികളാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്താണ്, കറ്റാലിറ്റിക് എമൗണ്ടിൽ യൂസ് ചെയ്താലും മതി, റിയാക്ഷൻ കഴിയുമ്പം കാറ്റലിസ്റ്റ് പോലെ തന്നെ ഓസ്മിയം ടെട്രോക്സൈഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. എക്സാമ്പിൾ നോക്കിയേ, 1-2 എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. ആൽക്കീൻ, ഓസ്മിയം ടെട്രോക്സൈഡ്, NMO, N-methyl morpholin. അത് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ഓസ്മിയം 8 റിയേജന്റ് ഓസ്മിയം 6 ആയിട്ട് മാറും ഓക്സിഡേഷൻ നടക്കുമ്പോൾ. ആ ഓസ്മിയം 6 റിയേജന്റിനെ തിരിച്ച് ഓസ്മിയം ടെട്രോക്സൈഡ് ആക്കി ഓക്സിഡേഷൻ നടത്തുന്ന കോ ഓക്സിഡന്റ് ആണ് NMO. The use of NMO in catalytic osmium tetroxide reaction was first reported for the introduction of corticoid side chain in a steroid as shown above. മുകളിലൊരു സ്റ്റിറോയിഡ് ന്യൂക്ലിയസ് കാണുന്നില്ലേ, അവിടെ യൂസ് ചെയ്യുന്നിടത്താണ് NMO ആദ്യമായിട്ട് യൂസ് ചെയ്തത് കണ്ടത് എന്ന്. Osmium tetroxide is also used for oxidative cleavage of olefin. It forms carbonyl compound. ഇത് നിങ്ങളെ ഓക്സിഡേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ കണ്ട് ആൽക്കീനിന്റെ സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. അങ്ങനെ ആവുമ്പം ഓസ്മിയം ടെട്രോക്സൈഡ് ആൽക്കീനുമായിട്ടുള്ള റിയാക്ഷൻ മാത്രം മതി. ഇത് വേറൊരു റിയാക്ഷൻ ആണ്. ഓസ്മിയം ടെട്രോക്സൈഡ് ഓക്സിഡേറ്റീവ് ക്ലീവേജ്, ഒലിഫീനിന്റെ ഓക്സിഡേറ്റീവ് ക്ലീവേജിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഫോം ചെയ്യും? അവിടെ കാർബണൈൽ കോമ്പൗണ്ട് ആണ്. ഓക്സിഡേറ്റീവ് ക്ലീവേജ് ഓഫ് ഒലിഫീൻ യൂസിങ് ഓസ്മിയം ടെട്രോക്സൈഡ് ആൻഡ് സോഡിയം പെറൈഡേറ്റ് ഇൻ പ്രസൻസ് ഓഫ് 2,6-lutidine. ഈ ഓസ്മിയം ടെട്രോക്സൈഡും NaIO4ഉം ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലുമിയക്സ് ജോൺസൺ റിയേജന്റ് എന്ന്. അവിടെ ആൽക്കീനിൽ CC ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ ആണ്. Open over oxidation is also used for the oxidation of alcohols. Primary and secondary alcohols with ketone in the presence of metal alkoxide to corresponding aldehydes or ketone is known as open over oxidation. കാണുന്നുണ്ടോ? ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് അസറ്റോൺ, ഏതെങ്കിലും ഒരു കീറ്റോണിൻ്റെ പ്രസൻസിൽ വിത്ത് മെറ്റൽ ആൽക്കോക്സൈഡ്, അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആണ് തന്നിട്ടുള്ളത്.
പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പം നമ്മൾ ആൽക്കഹോൾ കറസ്പോണ്ടിങ് കാർബണൈൽ കോമ്പൗണ്ട്, ഇപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ ആവും, പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ് ആയിട്ട് മാറും, കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന കീറ്റോൺ ഉണ്ടല്ലോ, അത് റിഡക്ഷൻ നടന്നിട്ട് ആൽക്കഹോളുമായി മാറുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട ആൽക്കഹോള് കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. The reaction is completely reversible and can be driven to completion according to Le Chatelier's principle by addition of excess ketone. അപ്പം ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിവേഴ്സ് സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഒരു കീറ്റോണിനെ അത് ആൽക്കഹോൾ ആക്കി മാറ്റി റിഡക്ഷൻ നടത്താണ്. അപ്പം നമ്മൾ റിയാക്ഷൻ ബാക്ക്വേർഡ് നടക്കാൻ വേണ്ട Le Chatelier's പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കും. എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് കീറ്റോൺ കാർബണൈൽ കോമ്പൗണ്ട് ടു ആൽക്കഹോൾ പോസിബിൾ ആക്കാം. അതിനെയാണ് നമ്മൾ MPV റിഡക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കും. ഇനി ഇതിന്റെ മെക്കാനിസം ആണ് നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാനുള്ളത്. അപ്പം മെക്കാനിസത്തിൽ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ മെക്കാനിസം ആൽക്കഹോൾ അലുമിനിയം isopropoxide and acetone coordinates to form a complex. This complex then via a 6 coordinated chair like transition state transfer hydride from alpha carbon of the alcohol to the carbonyl carbon of acetone to give a desired ketone as product. Reaction carried out by refluxing secondary alcohol with acetone in presence of aluminium isopropoxide. Aluminium isopropoxide serves only to form aluminium alkoxide. Aluminium isopropoxide ഇവിടെ aluminium alkoxide serve ചെയ്യുന്ന ആളാണ് of the alcohol, which is then oxidized through a cyclic transition state at the expense of acetone to yield a ketone and isopropyl alcohol. എന്നിട്ട് ഇവിടെ റിയാക്ഷനിൽ കണ്ടോ, ആൽക്കഹോളും അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡും കീറ്റോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. അതിൽ നിന്ന് ആ ആൽഫ ഹൈഡ്രജനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ അതിലൊരു ഹൈഡ്രൈഡ് എവിടെ, the use of excess acetone shifts the equilibrium to the right. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സസ് കീറ്റോൺ നമ്മൾ യൂസ് ചെയ്താൽ, അസറ്റോൺ യൂസ് ചെയ്താൽ ഇക്വിലിബ്രിയം റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻ ദ അബവ് റിയാക്ഷൻ അസറ്റോൺ ആക്ട്സ് ആസ് ഹൈഡ്രജൻ അസെപ്റ്റർ വിത്ത് എ സൈക്ലിക് കോംപ്ലക്സ്. Other ketones such as 2-butanone and cyclohexanone are also used in place of acetone. The use of inert solvents such as benzene, toluene or dioxane minimizes the side products and also reduces the reaction time. അപ്പം ആൽക്കഹോളും അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡും കീറ്റോണും കൂടെ ഒരു 6 മെമ്പേർഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ആൽക്കഹോളിൽ ഉണ്ടായിരുന്ന ആൽഫ കാർബൺ ഇപ്പുറത്തുണ്ട് ഉള്ള നമ്മളെ അസറ്റോണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നമ്മളെ കീറ്റോൺ ഫ്രീ ആവും. അപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്ത അസറ്റോണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് റിഡക്ഷനും നടക്കും. നമ്മൾ എടുത്ത ആൽക്കഹോൾ കീറ്റോൺ ആയിട്ട് മാറി, അതിൻ്റെ ആൽക്കഹോളിസിസ് നടത്തിയപ്പോൾ നമുക്ക് കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ആദ്യം, എന്നിട്ട് എക്സാമ്പിൾ നോക്കാം. റിവേഴ്സ് നമ്മൾ പറഞ്ഞു, റിയാക്ഷൻ ഇസ് റിവേഴ്സ് MPV റിഡക്ഷൻ, മിർവിൻ പോണ്ടോഫ് വേർലി റിഡക്ഷൻ. ഓപ്പൺ ഓവർ ഓക്സിഡേഷന്റെ അഡ്വാൻറ്റേജസ് ആണ്, മൈൽഡ് റിയാക്ഷൻ കണ്ടീഷൻസ് ആണ്, മോസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ tolerated. If substrate contain basic nitrogen, then use alkali metal alkoxide is necessary instead of aluminium isopropoxide. In order to achieve reasonable reaction rates, stoichiometric amount of aluminium isopropoxide to be used. Wide range of substrates are oxidized. Secondary alcohols are oxidized faster than primary alcohol. Due to this, secondary alcohol can be oxidized chemoselectively over primary ones. സാധാരണ നമ്മൾ reagents ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവാറ്? പ്രൈമറി ആൽക്കഹോൾസ് ആണ് മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത്, സെക്കൻഡറി ആൽക്കഹോൾസ് ആർ ഓക്സിഡൈസ്ഡ് ഫാസ്റ്റർ ദാൻ പ്രൈമറി ആൽക്കഹോൾ. സോ നമുക്ക് സെലക്ടിവിറ്റി ഇവിടെ കാണാൻ പറ്റും. പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ഉള്ള ഒരു റിയാക്ഷനിൽ നമ്മൾ ഒരു സ്റ്റോയിഷ്യോമെട്രിക് എമൗണ്ട് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് റിഡക്ഷൻ നടക്കുക? സെക്കൻഡറി ആൽക്കഹോളാണ് ആദ്യം ഓക്സിഡേഷൻ നടക്കുക. പ്രൈമറി ആൽക്കഹോളിനെ അവിടെ നിർത്തിയിട്ട് സെക്കൻഡറി ആൽക്കഹോൾ ആദ്യം ഓക്സിഡേഷൻ നടന്നിട്ട് കറസ്പോണ്ടിങ് കീറ്റോൺ ആയിട്ട് മാറും.
ഓവർ ഓക്സിഡേഷൻ ടു കാർബോക്സിലിക് ആസിഡ് ഡസ് നോട്ട് ഹാപ്പൻ. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽക്കഹോൾ ആദ്യം ആൽഡിഹൈഡ് ആവും, പിന്നെ ഫർദർ ഓക്സിഡേഷൻ നടന്നിട്ട് കാർബോക്സിലിക് ആസിഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓവർ ഓക്സിഡേഷൻ ടു കാർബോക്സിലിക് ആസിഡ് ഒന്നും നടക്കില്ല, മൈൽഡ് റിയാക്ഷൻ കണ്ടീഷൻ ആണ്. ഓക്സിഡേഷൻ ഓഫ് 1,4 and 1,5 ഡയോൾ yield lactones. Acetone is most 1,4 and 1,5 diols lactones തരും. Acetone is most often used as oxidant, but aromatic and aliphatic aldehydes are suitable as oxidant due to the low reduction potential. അതും നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ഇതിൽ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആൽക്കഹോളിനെ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ടും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ടുമാണ് മാറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും കൂടെ പറയുന്നുണ്ട്. അഡീഷൻ ഓഫ് പ്രോട്ടിക് ആസിഡ് ഡ്രാമാറ്റിക്കലി ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ക്യാൻ ബി കണ്ടക്റ്റഡ് യൂസിങ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹെട്രോജീനിയസ് കറ്റാലിസിസിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഹെട്രോജീനിയസ് കറ്റാലിസിസ് നടത്തുമ്പോൾ എന്താ ഹോമോജീനിയസിനേക്കാളും ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റിൽ നിന്ന് പ്രൊഡക്റ്റ് നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, കാറ്റലിസ്റ്റ് സോളിഡ് ഫേസിലാണ്, നമ്മൾ പ്രൊഡക്റ്റ് വേറൊരു ഫേസിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ സെപ്പറേഷൻ ഈസിയാണ്. ഇനിയും ഇതിൻ്റെ ഒരു സിന്തറ്റിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ബീറ്റ ആൻഡ് ഗാമ ഡബിൾ ബോൺസ് ജനറലി മൈഗ്രേറ്റ് ഇൻ ടു കോൺജുഗേഷൻ വിത്ത് ദ കാർബണൈൽ ഗ്രൂപ്പ് അണ്ടർ ദ റിയാക്ഷൻ കണ്ടീഷൻ. ദ ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ മെത്തേഡ് ഈസ് സെലക്റ്റീവ് ആസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഈസ് നോട്ട് അറ്റാക്ഡ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു കൊളസ്ട്രോളിൻ്റെ പാരന്റ് ചെയിനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽസ് ഹൈഡ്രോ കാർബൺ സിന്തസിസ് ഓഫ് ഈസ്ട്രോൺ ഫ്രം ടെട്രാസൈക്ലിക് ഡയോൾ. അവിടെ കണ്ടോ, ഒരു ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ്. ഇത് നമ്മൾ ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ്റെ കണ്ടീഷൻ കൊടുക്കുമ്പം അത് ആൽഫ ബീറ്റ ആൽക്കഹോള് കീറ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ബീറ്റ ഗാമ ഉള്ള ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. സിന്തസിസ് ഓഫ് ലീനിയർലി ഫ്യൂസ്ഡ് ട്രൈക്യൂനൈൻ ഇസ് റൂട്ടീൻ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയേ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോള് ആ ഡബിൾ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യാണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കീറ്റോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അവസാനത്തെ പ്രഗ്നലോണോൺ കണ്ടോ, പ്രഗ്നലോണോണിൽ നിന്ന് പ്രൊജസ്ട്രോൺ സിന്തസിസ് ആണ്, സിന്തസിസ് ഓഫ് ഹോർമോൺ പ്രൊജസ്ട്രോൺ. പ്രഗ്നലോണോൺ എന്ന് പറയുന്നത് ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആണ്. നമ്മളെ ഡീൽസ് ഹൈഡ്രോ കാർബൺ ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. അതിലുള്ള ബീറ്റ ഗാമ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കഹോളാണ്. അത് നമ്മൾ എന്താണ് ഓപ്പൺ ഓവർ ഓക്സിഡേഷൻ്റെ റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആ ബീറ്റ ഗാമ പൊസിഷനിലുള്ള ഡബിൾ ബോണ്ട് ആൽഫ ബീറ്റ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൽക്കഹോള് കാർബണൈൽ കോമ്പൗണ്ട് ആവും. അങ്ങനെ നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട് ആയി മാറും. ദാറ്റ് മീൻസ് ഇവിടെ അത് പ്രൊജസ്ട്രോൺ ആയി മാറും. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഓക്സിഡേറ്റീവ് റിയാക്ഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ ഓസോൺ റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ഫോം എൻ അഡക്റ്റ് which on treatment with suitable mild reducing agent give two carbonyl compounds. ഓസോണിന്റെ റിയാക്ഷൻ വിത്ത് ആൽക്കീൻ ആണ് ഓസോണോളിസിസിൽ പറയുന്നത്. ഓസോണോളിസിസ് ഇൻവോൾവ് ദ ക്ലീവേജ് ഓഫ് ഒലിഫീൻ വിത്ത് ഓസോൺ. ഇറ്റ് ഫോം ഐദർ കാർബണൈൽ കോമ്പൗണ്ട് ഓർ കാർബോക്സിലിക് ആസിഡ് ഡിപ്പെൻഡിങ് ഓൺ വർക്കപ്പ് പ്രൊസീജിയർ. അപ്പൊ നോക്കിയേ, ഒരു ആൽക്കീനെ ഓസോൺ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം എന്നിട്ട് ഒരു വർക്കപ്പും കൂടെ നടത്തുമ്പം ഹൈഡ്രോളിസിസ് നടത്തുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, ആ സി ഡബിൾ ബോണ്ട് സി ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സി ഡബിൾ ബോണ്ട് ഒ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മെക്കാനിസം ഒക്കെ നമുക്ക് നോക്കാം. ഓസോണോളിസിസ് ഈസ് ആൻ ഓക്സിഡേറ്റീവ് ക്ലീവേജ് ലൈക്ക് പെർമാഗ്നേറ്റ് ബട്ട് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി മൈൽഡ് റിയാക്ഷൻ ആൻഡ് നോ ഓവർ ഓക്സിഡേഷൻ ഈസ് സീൻ. ഇനി ഇവിടെ നോക്കിയേ, സെക്കൻഡ് ആൽക്കീനില് O3 വെച്ച് ട്രീറ്റ് ചെയ്തപ്പം നമുക്കൊരു ഓസോണൈഡ് ആണ് ഫോം ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ സി ഡബിൾ ബോണ്ട് സി അവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരു O ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സിന്റെ ഇടയിൽ. അപ്പം ഇതിനെയാണ് നമ്മൾ ഓസോണൈഡ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ Me2S പോലെയുള്ള ഏതെങ്കിലും ഒരു റിയേജന്റ് വെച്ച്, അത് ഓക്സിഡേറ്റീവ് വർക്കപ്പ് ആവാം, റിഡക്റ്റീവ് വർക്കപ്പ് ആവാം, വർക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് ഓക്സിഡേറ്റീവ് വർക്കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും.
അല്ലെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഇപ്പം ഇവിടെ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഇപ്പം ഈ രണ്ടാമത് ഓസണൈഡ് ഫോം ചെയ്തിട്ടുള്ള ഈ എക്സാമ്പിളിൽ ആൽക്കീനിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഓരോന്നേ ഉള്ളൂ. R1 പിന്നെ ഒരെണ്ണം H ആണ്. അപ്പോൾ R1ഉം Hഉം വരുമ്പം പിന്നെ ആ ആൽക്കീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിൽ C ഡബിൾ ബോണ്ട് Oയും വരുമ്പം അവിടെ ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുക. ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ ഓഫ് യൂജിനോൾ ടു കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. യൂജിനോളിൽ ബെൻസീൻ റിങ്ങിന്റെ പുറത്ത് CH2 CH ഡബിൾ ബോണ്ട് CH2. ആ CH ഡബിൾ ബോണ്ട് CH2 എന്നുള്ളിടത്ത് ഓസോൺ റിയാക്ട് ചെയ്ത് അത് CHO ആയിട്ട് മാറും. കാരണം ഒരു ഭാഗത്ത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷനും ആൽക്കീനിന്റെ മറ്റേ കാർബണിൽ ഹൈഡ്രജൻ ആണ്. CH ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പൊ അവിടെ എന്താണ് ഫോം ചെയ്യുക? ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഇനി റിഡക്റ്റീവ് വർക്കപ്പ് ഫോം ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, വൈൽ ആൻ ഓക്സിഡേറ്റീവ് വർക്കപ്പ് ആൽഡിഹൈഡ്സ് ആർ ഫർദർ ഓക്സിഡൈസ്ഡ് ടു കറസ്പോണ്ടിങ് ആൽക്കഹോൾ. ഇപ്പൊ നമ്മൾ ആൽക്കീന് O3 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഓസണൈഡ് ഫോം ചെയ്തു. ഈ ഓസണൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. അപ്പൊ ഹൈഡ്രോളിസിസ് നടത്തുന്നത് ഓക്സിഡേറ്റീവ് വർക്കപ്പ് ചെയ്യുകയാണെങ്കിൽ H2O2 പോലെയുള്ള ഓക്സിഡേറ്റീവ് വർക്കപ്പ് നടത്തിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ ആദ്യം ക്ലീവ് ചെയ്താൽ എന്താ ഉണ്ടാവുക? RC ഡബിൾ ബോണ്ട് OHഉം R പ്രൈം C ഡബിൾ ബോണ്ട് O R ഡബിൾ പ്രൈമും, ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണുമാണ് ഉണ്ടാവുക. അപ്പൊ ഈ ആൽഡിഹൈഡ് ഫർദർ ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും ഓക്സിഡേറ്റീവ് വർക്കപ്പ് നടത്തുമ്പോൾ. ഇനി റിഡക്റ്റീവ് വർക്കപ്പിൽ PPH3 അല്ലെങ്കിൽ Me2S പോലെയുള്ള റിയേജന്റ് വെച്ചിട്ട് വർക്കപ്പ് നടത്തുമ്പം ആൽഡിഹൈഡും കീറ്റോണുമാണ് ഫോം ചെയ്യുക. ഇനി റിഡക്റ്റീവ് വർക്കപ്പിൽ സോഡിയം ബോറോഹൈഡ്രേറ്റ് പോലെയുള്ള റിയേജൻസ് യൂസ് ചെയ്യുകയാണെങ്കിലോ ഈ ഫോം ചെയ്തിട്ടുള്ള ആൽഡിഹൈഡ് കീറ്റോണിനെ ഫർദർ റിഡക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് മാറ്റും, കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോളായിട്ടും കൺവേർട്ട് ചെയ്യും. Overall result is that double bond is replaced by an ozonide ring, which overall ഓസോൺ റിയാക്ട് ചെയ്ത് ആൽക്കീനെ എന്തായിട്ട് മാറ്റും? ആ ഡബിൾ ബോണ്ടിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഓസോണൈഡ് റിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിനെ ക്ലീവ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഡിഹൈഡോ കീറ്റോണോ കാർബോക്സിലിക് ആസിഡ് എന്തൊക്കെയാ വെച്ചാൽ ഫോം ചെയ്യുന്നത്. ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. ഓസോൺ ഈസ് എ ഹൈ എനർജി ഫോം ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് വെൻ UV ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസസ് ത്രൂ ഓക്സിജൻ ഗ്യാസ്. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ അവിടെ തന്നിട്ടുണ്ട്. സെൻട്രൽ ഓക്സിജൻ പോസിറ്റീവ് ചാർജ്ഡ് ആണ് ആൻഡ് ഈച്ച് ഔട്ടർ ഓക്സിജൻ ഹാവ് ഹാഫ് നെഗറ്റീവ് ചാർജ്. രണ്ട് ഫിഗർ കണ്ടില്ലേ? അപ്പം സെൻട്രൽ ഓക്സിജൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഓസോണ് ഇലക്ട്രോഫൈൽ ആണ്. ഇനി നമ്മൾ ആൽക്കീനോ ആൽക്കീൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പൊ അവിടെ ഒരു 1,3 ഡൈപോളാർ അഡീഷൻ ഓഫ് ഓസോൺ അക്രോസ് ദ ഡബിൾ ബോണ്ട് ടു ഗിവ് മോളോസണൈഡ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് നമ്മൾ ഓസോണ് ആൽക്കീനിലേക്ക് 1,3 ഡൈപോളാർ അഡീഷൻ നടന്നിട്ട് 1,3 സൈക്ലോ അഡീഷൻ നടന്നിട്ട് ഒരു മോൾ ഓസണൈഡ് ഫോം ചെയ്യും. ഈ മോൾ ഓസണൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പെറോക്സൈഡ് റിംഗ് പോലെ ലിങ്കേജ് പോലെയാണ് അവിടെ ഉള്ളത്. അത് അൺസ്റ്റേബിൾ ആണ്. അത് റാപ്പിഡ്ലി റീഅറേഞ്ചസ് ടു ഓസണൈഡ്. മോളോസണൈഡ് റിട്രോ ഡിസാർഡർ റിയാക്ഷൻ നടക്കും, 1,3 സൈക്ലോ അഡീഷൻ നടക്കും, ഓസണൈഡ് ഫോം ചെയ്യും. ഈ മോളോസണൈഡിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടുമൊന്നും ചെയ്യാത്ത അത്രക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ്. അത് അൺസ്റ്റേബിളും ആണ്. അത് റാപ്പിഡ്ലി റീഅറേഞ്ച് ചെയ്തിട്ട് ഓസണൈഡ് ഫോം ചെയ്യും. ഈ ഓസണൈഡ് പിന്നെ വർക്കപ്പ് നടന്നതിന് ശേഷമാണ് നമ്മളെ കാർബണൈൽ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത്. Second step is workup. Oxidative workup can be done by aqueous acid, while reductive workup by zinc and water or dimethyl sulfide or palladium hydrogen can be done. Next, molozonide or primary ozonide has peroxy linkage which makes it unstable and it undergo rapid rearrangement to give ozonide. On the other hand, ozonide is stable but is rarely isolated. It is reduced with mild reducing agent to give aldehydes or ketone. ഇപ്പം കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കണ്ടോ. ഓസണൈഡ് Me2S പോലെയുള്ള റിഡക്റ്റീവ് കണ്ടീഷനിൽ വർക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കീറ്റോൺസ് കിട്ടി. ഇനി വേറൊരു ലോങ് ചെയിൻ ആൽക്കീൻ തന്നിട്ടുണ്ട്. ആ ആൽക്കീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ എന്ത് വന്നു? നമ്മളെ ഓസണൈഡിന്റെ റിങ് വന്നു. എന്നിട്ട് അത്
രണ്ട് ഭാഗത്തും സി ഡബിൾ ബോണ്ട് സി ഉള്ളത് ബ്രേക്ക് ചെയ്ത് സി എച്ച് ഒ അതാണ് പ്രൊഡക്റ്റ് കിട്ടിയത്. ഇനി ഒരു 5 മെമ്പേർഡ് റിങ് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്. ആ റിങ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സി എച്ച് ഒ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടും. കൺഫ്യൂഷൻ ഒന്നുമില്ല, മെക്കാനിസം ഒന്ന് അറിഞ്ഞിരിക്കണം, മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇനി ഓസോണോളിസിസ് ഡസ് നോട്ട് അഫോർഡ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് ആൽക്കീൻ. അപ്പം ആൽക്കീനിന്റെ പൊസിഷൻ എവിടെ, ഒരു മോളിക്യൂളില് ആൽക്കീൻ ഡബിൾ ബോണ്ടഡിന്റെ പൊസിഷൻ എവിടെ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ ഓസോണോളിസിസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് ആ ആൽക്കീനിന്റെ സ്റ്റീരിയോ കെമിസ്ട്രീനെ കുറിച്ച് ഒരു ഐഡിയയും ഓസോണോളിസിസിന് തരാൻ കഴിയില്ല. എന്ന് പറഞ്ഞാല് സിസ് ആൽക്കീൻ ആണെങ്കിലും ട്രാൻസ് ആൽക്കീൻ, ഒരു മോളിക്യൂളിന്റെ സിസ് ആൽക്കീൻ ആണെങ്കിലും ട്രാൻസ് ആൽക്കീൻ ആണെങ്കിലും ഓസോണോളിസിസ് നടന്ന സെയിം പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. കണ്ടോ, ഒരു 1, 2 റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എഴുതിയിട്ടുണ്ട്. ഒന്ന് സിസും ഒന്ന് ട്രാൻസും ആയിട്ടുള്ള ആൽക്കീൻ. രണ്ടും ഓസോണോളിസിസ് നടന്നാൽ നമുക്ക് സെയിം പ്രൊഡക്റ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഓസോണോളിസിസ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ഓഫ് എ ഡബിൾ ബോണ്ട് ഇൻ എൻ ആൽക്കീൻ, ബട്ട് ഡസ് നോട്ട് ഗീവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് ആൽക്കീൻ. അപ്പം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കണ്ടോ, ആൽക്കീൻ ആ റിങ്ങില് 6 മെമ്പേർഡ് റിങ്ങിൽ ആൽക്കീൻ ഉണ്ട്. ആ ആൽക്കീന് ബ്രേക്ക് ചെയ്ത് അവിടെ സി എച്ച് ഒ വന്നു. അതേപോലെ റിങ്ങിന്റെ പുറത്തുള്ള ആൽക്കീന് അവിടെയും ബ്രേക്ക് ചെയ്തിട്ട് അത് സി ഡബിൾ ബോണ്ട് ഒ ആയിട്ട് മാറും. 5 മെമ്പേർഡ് റിങ്ങിലുള്ള ആൽക്കീൻ ബ്രേക്ക് ചെയ്ത് സി ഒ ആയിട്ട് മാറും. അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാമ്പിളും. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വേറെ 2 എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ആൽക്കീൻ വരുന്നത്, അത് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഓസോണോളിസിസിനെ കുറിച്ച് പറയാൻ. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.